ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ എഗ് നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായി ചൂടാകുമ്പം 2 മുട്ട കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ മുട്ട നമുക്ക് നന്നായി കൊത്തി പൊരിച്ചെടുക്കുന്ന പോലെ കൊത്തി പൊരിച്ചെടുക്കാം. ഇപ്പോൾ മുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതേ പാത്രത്തിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള നന്നായി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് വട്ടന അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് വഴറ്റി പോകേണ്ട ആവശ്യമില്ല, നമുക്കിതൊന്ന് വാടി കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എരിവൊക്കെ കുറച്ച് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ മുളക് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മുളകെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇതെല്ലാം വേവിച്ചത് ചേർക്കുകയാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം ഗ്രീൻ പീസും പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ചെറിയ ക്യാരറ്റും കൂടി കുക്കറിലിട്ടിട്ട് 2 വിസിൽ വന്നതിന് ശേഷം കുക്കറിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് 2 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എയർ തന്നെ പോകുമ്പോഴേക്കും എല്ലാം കൂടി കറക്റ്റ് വേവായിട്ടുണ്ടാവും. ഗ്രീൻ പീസ് ഉടഞ്ഞൊന്നും പോകാൻ പാടില്ല, നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ ആയിട്ട് കിട്ടണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കറക്റ്റ് വേവായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഇപിയുടെ നൂഡിൽസാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ വെള്ളത്തിൻ്റെ അളവെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് 140 ഗ്രാം നൂഡിൽസാണ്. അപ്പോൾ ഇതിലേക്ക് 500 ml വെള്ളം ചേർക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവിൽ നിങ്ങൾ ഏത് നൂഡിൽസാണോ എടുക്കുന്നത് ആ പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 500 ml വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വേവിച്ച സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ തക്കാളി സവാള വാട്ടണ നേരത്തൊന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും, കാരണം നമ്മുടെ നൂഡിൽസിലേക്കുള്ള ഉപ്പ് മസാല പാക്കറ്റിലുണ്ടാവും. അപ്പോൾ ഈ വെള്ളം നന്നായി തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ഇട്ട അപ്പം തന്നെ നമുക്കിതിലേക്ക് ഇതിലെ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ എത്രയാണ് സമയം പറഞ്ഞേക്കുന്നത് അത്രയും സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ 4 മിനിറ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ 4 മിനിറ്റ് മീഡിയം ടു ഹൈ ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം, ഒരുപാട് നേരം ഇളക്കരുത്, അപ്പോൾ നമ്മുടെ നൂഡിൽസ് ചെറിയ പീസുകളാവും. ഇപ്പോൾ നൂഡിൽസിൽ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയും കൂടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.